ഗർഭകാലത്ത് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ നമ്മുടെ വായുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കാറുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ അമ്മയ്ക്കൊരു പല്ല് നഷ്ടപ്പെടുന്നു എന്നൊരു പഴയ ചൊല്ല് അത് ശാസ്ത്രീയമായി ശരിയല്ലെങ്കിലും ഗർഭകാലത്ത് നമ്മുടെ പല്ലുകൾക്കും മോണകൾക്കും പ്രത്യേക കരുതൽ വേണമെന്നത് സത്യം തന്നെയാണ്. ഇനി ഗർഭകാലത്ത് നമ്മുടെ വായ്ക്കുള്ളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നാമതായി വരുന്നത് പ്രഗ്നൻസി ജിഞ്ചവൈറ്റിസ് ആണ്. നമ്മുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് കൂടുന്നത് മൂലം നമ്മുടെ മോണയിലേക്ക് രക്തയോട്ടം കൂടുന്നു. ഇതുമൂലം നമ്മുടെ മോണയ്ക്ക് വീക്കം, ചുവപ്പ് നിറം, ചിലപ്പോൾ ബ്രഷൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വരിക, ഇതിനൊക്കെ കാരണമാകുന്നു. രണ്ടാമതായി വരുന്നത് പ്രഗ്നൻസി ട്യൂമേഴ്സാണ്, അതായത് മോണയിലെ മുഴകൾ. ഇത് ക്യാൻസറസ് ട്യൂമേഴ്സൊന്നും അല്ല, അതായത് പ്രസവത്തിന് ശേഷം ഇത് തനിയെ തന്നെ പോകാറാണ് പതിവ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകളിലെ തേയ്മാനമാണ്, ഇനാമൽ എറോഷൻ. ഗർഭകാലത്ത് ഛർദി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വായ്ക്കുള്ളിൽ ആസിഡിൻ്റെ അംശം കൂടുകയും ഇത് നമ്മുടെ പല്ലിൻ്റെ പുറം കവചമായ ഇനാമലിന് തേയ്മാനം വരാനും കാരണമാകുകയും ചെയ്യുന്നു. ഇനി ഗർഭകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദിവസവും 2 നേരം ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഛർദ്ദിച്ചതിന് ശേഷം, അതായത് ഛർദ്ദിച്ച ഉടൻ തന്നെ പല്ല് തേക്കാൻ നിൽക്കരുത്. ഒരു അരമണിക്കൂറിന് ശേഷം വായൊക്കെ നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ പല്ല് തേക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ സി, കാൽഷ്യം, വൈറ്റമിൻ B12 എന്നിവയടങ്ങിയ ആഹാരങ്ങൾ മാക്സിമം ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ദന്ത പരിശോധന നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് ഒരു 4 മുതൽ 6 മാസം വരെയുള്ള സമയം, ഇതാണ് നമുക്ക് അത്യാവശ്യമായ ദന്ത ചികിത്സകൾ ചെയ്യാൻ അനുയോജ്യമായ സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്റേ ഒക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ലെഡ് ആപ്രോണും തൈറോയ്ഡ് കോളറും ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.